ഏപ്രിൽ മാസത്തിലുണ്ടായ മഴക്കെടുതിയിൽ വീടുകൾ തകർന്നവർക്ക് 1.5 കോടി ദിർഹം നഷ്ടപരിഹാരം അനുവദിച്ച് സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. വീട് തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 50,000 ദിർഹം വീതമായി ഉയർത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി. ഷാർജ റേഡിയോയിലും ടെലിവിഷനിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഡയറക്ട് ലൈൻ പരിപാടിയിലാണ് ഷാർജ ഭരണാധികാരി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതുവരെ 618 കേസുകൾക്ക് നഷ്ടപരിഹാരം നൽകിയതായി ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ അറിയിച്ചു. അനുവദിച്ച നഷ്ടപരിഹാരത്തുക അർഹരായവർക്ക് എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന് ഷാർജ സോഷ്യൽ സർവീസസ് വകുപ്പിന് ഷെയ്ഖ് സുൽത്താൻ നിർദ്ദേശം നൽകി. നേരത്തെ ഷാർജ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം കെടുതിയുടെ നാശനഷ്ടങ്ങൾ അധികൃതർ വിലയിരുത്തിയിരുന്നു. ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിൽ ഭാവി സാഹചര്യങ്ങൾ നേരിടുന്നതിന് പ്രത്യേക പദ്ധതികളും തയ്യാറാക്കി. ഇതോടൊപ്പം മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വീടുകൾക്ക് സഹായം ലഭിക്കുന്നതിന് ഷാർജ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖേന അപേക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പ്ലാറ്റ്ഫോം മുഖേന ലഭ്യമാക്കുകയും ഇതുപ്രകാരം സഹായം നൽകുകയും ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നിട്ട 3/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ പ്രതികൂല കാലാവസ്ഥയ്ക്കാണ് ഏപ്രിൽ മാസം UAE സാക്ഷ്യം വഹിച്ചത്. ഇതിൽ വലിയ തകർച്ചയാണ് ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിലെ ചില സ്ഥലങ്ങളിൽ നേരിട്ടത്. മീഡിയ 1 ഷാർജ.